എന്നാനി ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പൂജ്യത്തിൽ നിന്നും ആരംഭം എന്ന നമ്മുടെ സ്റ്റിച്ചിങ് സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 4 ആണിത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ലേ എന്ന്. സ്റ്റാർട്ടൊക്കെ ചെയ്തു, പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണിത്. ഓക്കെ, ആർക്കും ബോറൊന്നും അടിക്കത്തില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞ് കാര്യം അവസാനിപ്പിച്ചേക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു A4 സൈസ് ഷീറ്റ് പേപ്പർ എടുക്കണം കേട്ടോ. A4 സൈസ് ഷീറ്റ് വേണമെന്ന് തന്നെ ഇല്ല കേട്ടോ, പക്ഷേ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഗമയ്ക്ക് ഇരുന്നോട്ടെ, അതുകൊണ്ടാണ് A4 സൈസ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഏത് ഷീറ്റായാലും എടുത്താൽ മതി. ന്യൂസ് പേപ്പർ ആണെങ്കിൽ വേണ്ട കേട്ടോ, കാരണം പെട്ടെന്ന് കീറിപ്പോകും, അതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് ചാർട്ട് പേപ്പറൊക്കെ കിട്ടത്തില്ലേ, അതുപോലെ ഏത് പേപ്പറായാലും ഒരു വിരോധമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഏത് പേപ്പറാണെങ്കിലും അതിൽ ഇതുപോലെ 2-3 സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. 1 ഇഞ്ച് വീതിക്കാണ് ഞാനിത് വരയ്ക്കുന്നത്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എത്ര ഇഞ്ച് വീതിയിൽ വേണമെങ്കിലും ഇട്ട് വരയ്ക്കാം, പക്ഷേ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ നമ്മൾ പേപ്പറിൽ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. നമ്മൾ തുടക്കക്കാരാണല്ലേ, അപ്പം നമ്മൾ പേപ്പറിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു അഡ്വാൻസ് എന്ന് പറയുന്നത് തുണി ലാഭിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ രണ്ടാമത്തത് നമുക്ക് എളുപ്പമാണ്. തുണിയിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പമാണ് പേപ്പറിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനുശേഷം നമുക്ക് തുണിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കാര്യം പറയാൻ മറന്നുപോയേ, തയ്യൽ മെഷീനിൽ കിടക്കുന്ന ആ നൂലും ബോബിൻ കേസിൽ കിടക്കുന്ന നൂലും ഊരി മാറ്റേണ്ടതാണ്. കാരണം അത് നമുക്ക് വെറുതെ കളയേണ്ട കാര്യമില്ല, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുവാണ്. നമ്മൾ വരച്ചെടുത്ത ആ സ്ട്രെയിറ്റ് ലൈൻ പേപ്പർ ഇതുപോലെ പ്രഷർ ഫുഡറിൻ്റെ താഴെ വെക്കുമ്പോൾ ആ സൂചി ആ ലൈനിൽ കുത്തി നിൽക്കുന്നത് പോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് പതിയെ അടിച്ചു തുടങ്ങാം. അടിച്ചു തുടങ്ങുമ്പോൾ ഒരിക്കലും ഈ സൂചിയിൽ നോക്കിക്കൊണ്ടിരിക്കരുത്. പലരും ചെയ്യുന്നതാണ്, ഈ സൂചിക്കകത്ത് നോക്കിക്കൊണ്ടിരിക്കും. സൂചി ലൈനിൽ കൊള്ളുന്നു, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കരുത്. നമ്മുടെ ഫോക്കസ് എപ്പോഴും ലൈനിൽ തന്നെ ആയിരിക്കണം. ലൈന് ആ ഫൂട്ടറിൽ കൂടി കടക്കുന്നത് മാത്രം ചിന്തിച്ചാൽ മതി. ആ സൂചിയിൽ നമ്മൾ ഒരിക്കലും നോക്കാൻ പാടില്ല. നോക്കിയാലും നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകും. അത് എനിക്കുള്ള കുഴപ്പമാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ അവരവർക്കുള്ള കംഫർട്ട് സോണ് നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ചിലവർക്കൊരു ക്ലിക്കിംഗ് പോയിൻ്റ് ഇല്ലേ, അതായത് ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, അങ്ങനെ ചെയ്താൽ നമ്മുടെ കൈ അതിനായിട്ട് വഴങ്ങും എന്നൊരു പോയിൻ്റ് നമുക്ക് കിട്ടും. ആ പോയിൻ്റ് കണ്ടെത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. ഓക്കെ, നോക്കിക്കേ, നമ്മൾ വരച്ചെടുത്ത ആ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടും അതിൻ്റെ പുറത്തുകൂടി നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുത്താൽ മാത്രമേ നമുക്കത് വഴങ്ങി വരികയുള്ളൂ. ഇതിപ്പം നമ്മൾ ലൈൻ വരച്ചിട്ടാണ് ചെയ്തത്. ലൈൻ വരയ്ക്കാതെയും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ അടിച്ചെടുക്കാൻ പഠിക്കണം. അപ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ലെവൽ കിട്ടുന്നത് വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് 2-3 ലൈന് വരച്ചിട്ട് ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് കർവഡ് ഷേപ്പാണ്. കർവഡ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു അല്ലേ, പക്ഷേ നമ്മുടെ നെക്ക് എപ്പോഴും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ തന്നെ അടിക്കണമെന്നില്ല. പല മോഡലും നമ്മൾ അടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ കൈ വഴങ്ങേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണിത്. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, നമുക്ക് അൺഷേപ്പ്ഡ് ആയിട്ടുള്ള, അതായത് കർവഡ് ഷേപ്പായിട്ടുള്ള, അല്ലെങ്കിൽ സ്കാലപ്പ് ടൈപ്പ്, എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ഇപ്പം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, പ്രത്യേകിച്ച് പേരൊന്നും ഇതിന് കൊടുക്കാൻ എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു പ്രാക്ടീസും കൂടെ ചെയ്തു നോക്കാം. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ സാവധാനം വേണം നമ്മൾ അടിച്ചു തുടങ്ങാനായിട്ട്. കാരണം സ്ട്രെയിറ്റ് ലൈൻ അടിച്ചു പോയതുപോലെ പെട്ടെന്നൊന്നും നമുക്കിത് അടിച്ച് എടുക്കാൻ പറ്റത്തില്ല. നിർത്തി വേണം നമുക്ക് ഈ സ്റ്റിച്ചിങ് പഠിച്ചെടുക്കാനായിട്ട്. നമ്മുടെ കൈ അതിന് വേണ്ടിയിട്ട് വഴങ്ങണം. കണ്ടോ, എപ്പോഴും നമ്മളെ കൈ വഴങ്ങുന്നത് ഇടത്ത് കൈയാണ്. ഓക്കെ, ആ ഇടത്ത് കൈ വെച്ചാണ് നമ്മൾ എപ്പോഴും മൂവ്മെൻറ്റ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ ആ മൂവ്മെൻറ്റ് ചെയ്യിക്കാനായിട്ട് ആ കൈ വഴങ്ങാനാണ് എപ്പോഴും പേപ്പറിൻ്റെ പുറത്ത് ഈ കൈ ഇതുപോലെ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. കൂടുതലും നമ്മൾ വലത്ത് കൈ അങ്ങനെ ഉപയോഗിക്കാറെന്ന് വെച്ചാൽ നമ്മൾ മടക്കാനും ഫ്രണ്ടിലത്ത് നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കാൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഇടത്ത് കൈയാണ് പലപ്പോഴും മൂവ്മെൻറ്റ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത്. അപ്പം ആ ഒരു പ്രാക്ടീസ്, ആ ഒരു ബാലൻസിങ് നമുക്ക് ഈ ഇടത്ത് കൈക്ക് വരണം. അപ്പോൾ നമ്മൾ ഇതുപോലെ സാവധാനത്തിൽ അടിച്ച് പഠിക്കണം. പക്ഷേ വീഡിയോയിൽ ഒരുപാട് സാവധാനം ആയാൽ ലോങ് വീഡിയോ ആയിപ്പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ വീഡിയോ മാറ്റുന്നുണ്ട്.
നിങ്ങൾ അടിച്ചു പഠിക്കുമ്പോഴത്തേക്കും വളരെ സാവധാനത്തിൽ മാത്രം അടിച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ അടിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിൽ തന്നെ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിവിടെ അടിച്ചു കഴിഞ്ഞു. നോക്കിക്കേ, നല്ല നമുക്ക് ആ ലൈനിൽ കൂടെ തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റി. ഇതേപോലെ നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഒരു പ്രാക്ടീസും കൂടെ ഇതിൽ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കഷ്ണം ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം മതി, വലിയ പേപ്പർ ആരും എടുക്കണ്ട. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ചെറിയൊരു കഷ്ണത്തിൽ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കൈ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു പ്രാക്ടീസാണ്. നമ്മുടെ കൈ പെട്ടെന്ന് വഴങ്ങാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഞാനൊരു വൃത്തം വരയ്ക്കുന്നുണ്ട്. ഒരു വൃത്തമല്ല, ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാവേ. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഇടത് കൈ മാത്രം വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. നമ്മുടെ കൈക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. അതായത് നമ്മുടെ തുണി നമ്മുടെ ഇടത് കൈ വെച്ച് നമുക്ക് നീക്കി കൊടുക്കാൻ ഒരു പ്രാക്ടീസ് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇടത് കൈ വെച്ച് മാത്രം തന്നെ ചെയ്യണമെന്നില്ല. പക്ഷേ കഴിയുന്നിടത്തോളം ഇടത് കൈ മാത്രം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ആദ്യം നമുക്ക് ഇത്തിരി പാടായിട്ട് തോന്നുമെങ്കിലും പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കിക്കേ, ഇത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പേപ്പറിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തുണിയിലും ഇതേപോലെ കൃത്യമായിട്ട് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. സ്റ്റിച്ച് ചെയ്തു എന്നുള്ളതിലല്ല, എത്ര പെർഫെക്ഷൻ ഉണ്ട് എന്നതിലാണ് കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.